திருச்சிற்றம்பலம் தோடுடைய செவியன் விடையேறி ஓர் தூவெண் മതിസൂടി. 9000-ലധികം ഗാനങ്ങൾ ആലപിച്ച ഗായകൻ ശ്രീ എൻ സ്വാമിനാഥൻ പത്മശ്രീ ജേതാവ് 2026. ചെന്നൈയിൽ നിന്ന് 80 കിലോമീറ്ററോളം ദൂരത്തിൽ തിരുത്തന്നയിൽ പാവനമായൊരു മുരുകൻ ക്ഷേത്രമുണ്ട്. അവിടെ 26 വർഷത്തോളമായി ശ്രുതിമധുരമായ ഭക്തിഗാനങ്ങളാൽ ശ്രീ എൻ സ്വാമിനാഥൻ ഭക്തജനങ്ങളുടെ ഹൃദയങ്ങൾ ആത്മീയതയാൽ നിറച്ചു വരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ യാത്ര തുടങ്ങിയതെവിടെയാണ്? കർഷക കുടുംബത്തിൽ ജനിച്ച അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ 14-ാം വയസ്സിലൊരു വഴിത്തിരിവുണ്ടായി. എന്റെ പിതാവ് എന്നെ ഞങ്ങളുടെ ചെറിയ ഗ്രാമത്തിൽ നിന്നും അടുത്തുള്ള തിരുക്കരുക്കാവൂർ പട്ടണത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ മധുരൈ സോമുവിന്റെ ഒരു സംഗീത പരിപാടി നടക്കുകയായിരുന്നു. കച്ചേരിക്ക് ശേഷം പിതാവ് എന്നെ അദ്ദേഹത്തിന്റെ അനുഗ്രഹം നേടാൻ കൊണ്ടുപോയി. അദ്ദേഹം എന്നോട് പാടാൻ പറഞ്ഞു. ഓ മനസ്സേ, മുരുകനെ ദിനം പ്രതി ധ്യാനിച്ചാൽ പാപങ്ങളും ദുഷ്കർമ്മങ്ങളും നീങ്ങിപ്പോകും. അദ്ദേഹം എന്റെ ശബ്ദവും ഉച്ചാരണവും നല്ലതാണെന്ന് പറഞ്ഞു. എന്നെ ഒരു സംഗീത വിദ്യാലയത്തിൽ ചേർക്കാൻ പിതാവിനോട് നിർദ്ദേശിച്ചു. അതിനുശേഷം ഞാൻ തിരുമുറൈ പഠനം ആരംഭിച്ചു. 6-ാം നൂറ്റാണ്ടിനും 11-ാം നൂറ്റാണ്ടിനുമിടയിൽ രചിക്കപ്പെട്ട ശിവഭഗവാനെ സ്തുതിക്കുന്ന തമിഴ് ഭക്തിഗാനങ്ങളുടെ സമാഹാരമാണ് തിരുമുറൈ. അവയിൽ തേവാരം ഗാനങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടവ. യുവാവായ സ്വാമിനാഥൻ 8 വർഷം തിരുക്കടവൂരിലെ തേവാരം പാഠശാലയിലും ധർമ്മപുരം ആദീനത്തിലും വിദ്യാഭ്യാസം നേടി. അവിടെ അദ്ദേഹം തേവാരം കീർത്തനങ്ങൾ പൂർണ്ണ ഭക്തിയോടെയും കണിശമായ പരിശീലനത്തിലൂടെയും പഠിച്ചു. ഇതിലൂടെ അദ്ദേഹത്തിന് ഒതുവാർ, അതായത് പുണ്യക്ഷേത്ര ഗായകൻ എന്ന ബഹുമതി ലഭിച്ചു. ഒതുവാർ പാരമ്പര്യം ബൃഹദീശ്വര ക്ഷേത്രം നിർമ്മിച്ച് രാജരാജ ചോഴന്റെ കാലഘട്ടത്തിൽ ആരംഭിച്ചതാണ്. ചോഴന്മാർ ശൈവക്ഷേത്രങ്ങളിലെ കീർത്തനങ്ങൾ ലിഖിതങ്ങളായി സംരക്ഷിക്കുന്നതിന് പ്രോത്സാഹനം നൽകി. ഒതുവാർമാർ ഒരു പ്രത്യേക വിഭാഗമാണ്. തിരുമുറയിലെ തേവാരം കീർത്തനങ്ങൾ പൺ എന്ന തമിഴ് സംഗീത രൂപത്തിലാണ് നിലനിൽക്കുന്നത്. ഇത് കർണാടക സംഗീതത്തിലെ രാഗസമ്പ്രദായത്തിന് സമാനമാണ്. ഒതുവാർ സ്വാമിനാഥൻ തമിഴ് ശൈവ മഠങ്ങളുടെയും ഒതുവാർമാരുടെയും സഹകരണത്തോടെ ഈ പാരമ്പര്യം മുന്നോട്ട് കൊണ്ടുപോകുന്നു. ധർമ്മപുരം, ചിദംബരം എന്നിവിടങ്ങളിൽ അദ്ദേഹം വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കുന്നു. ലോകത്തിലെ തമിഴ് പ്രേക്ഷകർക്കായി ഈ ഗാനങ്ങൾ 100-ലധികം ഡിജിറ്റൽ സമാഹാരങ്ങളായി പുറത്തിറക്കപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ തപസ്സിന് ലഭിച്ച അനുഗ്രഹമാണ് തിരുമുറൈ. തിരുജ്ഞാന സംബന്ധിയായ അനുഗ്രഹത്താൽ കവിത, സംഗീതം, വ്യാകരണം, കലാസാഹിത്യം എന്നിവ അതിലടങ്ങിയിരിക്കുന്നു. അതിനെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. തിരുച്ചിറ്റമ്പലം. ശ്രീ എൻ സ്വാമിനാഥൻ പത്മശ്രീ 2026.